ഹലോ പോസിറ്റീവ് സോൾസ്, വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടെററ്റ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നിങ്ങൾക്കുള്ള ആർക്കേഞ്ചൽ മൈക്കലിന്റെ സന്ദേശം എന്താണ് എന്നുള്ളതാണ്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വാട്സ്ആപ്പ് നമ്പറും മറ്റു ഡീറ്റെയിൽസും ആണുള്ളത്. വാട്സ്ആപ്പ് വഴി മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. നമ്പർ 1, ഈ ഒരു പിക്ചറാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ പൈൽ നമ്പർ 1. അതേസമയം ഈ ഒരു പിക്ചറാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ പൈൽ നമ്പർ 2. ആൻഡ് ലാസ്റ്റ് ഈ ഒരു പിക്ചറാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ പൈൽ നമ്പർ 3. സോ ഇതിലേതാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് അതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. സോ പൈൽ നമ്പർ 1, നിങ്ങൾക്കുള്ള ആർക്കേഞ്ചൽ മൈക്കലിന്റെ സന്ദേശം എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. സി പൈൽ നമ്പർ 1, നിങ്ങൾക്കുള്ള ആർക്കേഞ്ചൽ മൈക്കലിന്റെ സന്ദേശം പൈൽ നമ്പർ 1. Okay. Number 1 Hierophant energy ആണ്. King of Wands, 5 of Swords, Ace of Pentacles, Ace of Wands, 9 of Cups, and നിങ്ങളുടെ മെയിൻ തീം Queen of Swords എനർജിയാണ്. ഓക്കെ, സോ ആദ്യം തന്നെ ഹൈറഫന്റ് എനർജിയാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ആർക്കേഞ്ചൽ മൈക്കൽ ഈ ഒരു എനർജി നിങ്ങളിലേക്ക് അപ്രോച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ആർക്കേഞ്ചൽ മൈക്കലിനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചുറ്റിനുമുള്ള നെഗറ്റിവിറ്റീസ്, നിങ്ങളുടെ ചുറ്റുമുള്ള നെഗറ്റീവ് വൈബ്സ് മാറ്റുന്നത് സംബന്ധിക്കുന്ന ഒരു എനർജിയാണ്. പല സിറ്റുവേഷൻസിലും നമ്മളൊരു സ്പിരിച്വാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്ത്, ആർക്കേഞ്ചൽ എന്ന് പറയുന്നത് തന്നെ ഏറ്റവും ഉയർന്ന ലെവലിലുള്ള ഏഞ്ചലിന്റെ ഇതിലാണ് നമ്മൾ കരുതുന്നത്. അത് ബൈബിളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയുകയാണെങ്കിൽ ആർക്കേഞ്ചൽ മൈക്കിൾ എന്ന് പറയുന്നത് പല കാര്യങ്ങൾ, അതായത് നീച ശക്തികൾക്ക് എതിരായിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ്. സോ ഈ ഒരു എന്താണ്, ഈശ്വരൻ തുല്യമായിട്ടുള്ള എനർജിയിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇവിടെ പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എനർജി, നിങ്ങളുടെ ലെവൽ ഓഫ് എനർജിയിൽ ഉള്ള വ്യതിയാനം, അതായത് നിങ്ങളിപ്പോൾ നെഗറ്റിവിറ്റിയിൽ നിന്ന് പോസിറ്റിവിറ്റിയിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ നെഗറ്റിവിറ്റിയിൽ നിന്ന് പോസിറ്റീവിലേക്ക് കടക്കുന്ന ഈ ഒരു സമയത്ത് നമ്മൾ പലപ്പോഴും പറയും, നമ്മൾ ഒത്തിരി പോസിറ്റീവ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് നെഗറ്റീവായിട്ടുള്ള എനർജീസ് നമ്മളെ, ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചില ആളുകൾ ഇപ്പോൾ നിങ്ങൾ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ ലഭിക്കുന്നുണ്ടാവില്ല തുടക്കത്തിന്റെ സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ ഈശ്വരവുമായിട്ടുള്ള ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, ചിലപ്പോൾ സന്ധ്യാനാമം ജപിക്കുമ്പോൾ ഒക്കെ ചില ആളുകൾ പറയും ഉറക്കം വരും. അല്ലെങ്കിൽ അതിന് വേറെ അർത്ഥമുണ്ട് കേട്ടോ, ഈ ഒരു അർത്ഥം മാത്രമല്ല. കാരണം ചില സമയങ്ങളിൽ നിങ്ങൾ വേറെ അർത്ഥങ്ങൾ അതിന് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്ന ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ എപ്പോഴും ഇപ്പോൾ സന്ധ്യാനാമം ജപിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ ഉറക്കം വരുന്നത്, അതൊക്കെ നെഗറ്റീവ് എനർജീസ് ആവണം എന്നില്ല. പക്ഷെ സ്പെഷ്യലി നിങ്ങൾ ഇത്രയും കുറെ നാളുകളായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ ഇതിലേക്ക് വരുമ്പോൾ ഈ ഒരു സിറ്റുവേഷൻസ് വരികയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ നെഗറ്റീവ് ശക്തികൾ നിങ്ങളെ പുറകോട്ടേക്ക് വലിക്കുന്നു എന്നുള്ളതാണ്. പോസിറ്റിവിറ്റിയിലേക്ക് പോകുമ്പോൾ ആ ഒരു എനർജിയാണ് നിങ്ങൾ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ആർക്കേഞ്ചൽ മൈക്കലിന് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഏത് ദൈവത്തിലാണോ വിശ്വസിക്കുന്നത് ആ ദൈവത്തിൽ പ്രാർത്ഥിക്കുക. ഈ നെഗറ്റീവ് എനർജീസിലേക്ക് വിട്ടുകൊടുക്കാതിരിക്കുക എന്നുള്ളൊരു സിറ്റുവേഷനാണ്. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ ഉള്ള ദൈവിക വിചാരങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയമാണ്. അത് സ്പിരിച്വലി കൂടുതൽ കണക്റ്റഡ് ആവാൻ ശ്രമിക്കുക. ചില ആളുകൾ ഇപ്പോൾ കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുമ്പോൾ ഒക്കെ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ട് പോകും. ആ സമയം എന്ന് പറയുന്ന നെഗറ്റീവ് ശക്തികൾ വിജയിക്കുന്നതിന്റെ ഒരു രീതിയായിട്ട് നമുക്ക് കരുതാം. അതേപോലെ തന്നെ കിങ് ഓഫ് വോൺസ് എനർജിയാണ്. കിങ് ഓഫ് വോൺസ് എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൂചിപ്പിക്കുന്ന ലൈഫിൽ പല കാര്യങ്ങളിലും നമ്മൾ പോസിറ്റിവിറ്റി നമ്മൾ അനുഭവിക്കാനായിട്ട്
തുടങ്ങുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഈ ഒരു സമയം എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ കരിയർ വൈസ് ജോലി സംബന്ധമായിട്ടുള്ളതും ഫിനാൻസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളതുമായിട്ടുള്ള മേഖലകൾ നിങ്ങൾ ഉയർന്നു നിൽക്കുന്നതിന്റെ ഒരു സാഹചര്യമാണ്. പല ആളുകളും നിങ്ങളെ വലിച്ചു താഴെ ഇടാനായിട്ട് ശ്രമിച്ചാൽ പോലും നിങ്ങൾ മുന്നേറുന്നു അല്ലെങ്കിൽ മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതിന്റെ ഒരു സൂചനയാണ് ഇതിവിടെ തരുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. പോസിറ്റിവിറ്റി എന്ന് പറയുന്നത് എപ്പോഴും ലൈഫിൽ നല്ല കാര്യം, സന്തോഷമുള്ള കാര്യങ്ങൾ മാത്രം സംഭവിക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ല നമ്മൾ പോസിറ്റിവിറ്റി എന്ന് പറയുന്നത്. കാരണം പലപ്പോഴും ആളുകൾ സങ്കടങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ചലഞ്ചസ് വരുമ്പോൾ അല്ലെങ്കിൽ അതിനെ തടസ്സമായിട്ട് കണ്ടിട്ട് അത് നെഗറ്റീവ് ആണെന്ന് ചിന്തിക്കും. ആ ഒരു രീതിയിലല്ല. ഈ ചലഞ്ചസ് ഒക്കെ ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ വരുന്ന നമ്മുടെ ലോവർ വൈബ്രേഷൻ എനർജിയിൽ നമ്മൾ അഡിക്റ്റഡ് ആയിട്ട് കിടക്കുന്നുണ്ട്. കാരണം ജീവിതത്തിൽ എന്നും സുഖവും സന്തോഷമാകുമ്പോൾ നമ്മൾ ആ ലോ വൈബിൽ നിൽക്കും, നമ്മൾ സ്പിരിച്വലി കണക്റ്റഡ് ആവില്ല. അപ്പൊ ആ ഒരു ലോ വൈബിൽ നിന്ന് ഹയർ വൈബിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ജീവിതത്തിൽ കൊണ്ടുവരുന്ന പല സാഹചര്യങ്ങളാണ് ഈ ഒരു ചലഞ്ചസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് എങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഹീൽ ചെയ്യാൻ പറ്റില്ല. സോ ബേസിക്കലി നിങ്ങളുടെ എക്സ്പീരിയൻസിനനുസരിച്ചിട്ട് വേണം പല കാര്യങ്ങളിലും നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകാൻ. ചിലപ്പോൾ ഈ തടസ്സം നിങ്ങളുടെ കരിയറിലായിരിക്കും വരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സിറ്റുവേഷനിലാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഹെൽത്തുമായിട്ട്, ചിലപ്പോൾ പേഴ്സണൽ ലൈഫ്, അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള മേഖലയിൽ വരാം. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക, ഏത് മേഖലയിലാണ്. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ പറയുകയാണെങ്കിൽ നിങ്ങളുടെ കരിയർ ആൻഡ് ഫിനാൻസ് വളരെ പോസിറ്റീവായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് മോസ്റ്റ്ലി ഇമോഷണൽ, പേഴ്സണൽ അല്ലെങ്കിൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിലാണ്. അപ്പോൾ നിങ്ങൾ അവിടെയാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് പറയുന്നു. കാരണം നെക്സ്റ്റ് വന്ന് 5 ഓഫ് സോർട്സ് എനർജിയാണ്. 5 ഓഫ് സോർട്സ് എനർജി എന്ന് പറയുമ്പോൾ ലൈഫിൽ നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്, അതായത് നിങ്ങളുടെ ചുറ്റുപാടുമുള്ള വ്യക്തികൾ കുറച്ച് ടോക്സിക് ആയിട്ട്, നിങ്ങൾ കുറച്ച് ഓവർവെൽംഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നു. നിങ്ങൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ബാഹ്യമായിട്ട് ചില ആളുകൾ, നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകൾ വളരെ നമ്മുടെ എന്താ പറയുക അൺകണ്ടീഷണൽ ലവ് എന്നൊക്കെ പറയുന്ന രീതിയിൽ ഫീൽ ചെയ്യാൻ തുടങ്ങും. പക്ഷെ ശരിക്കും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തോന്നലോ ചിന്തയോ അല്ല നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വരേണ്ടത്. കാരണം ഈ ഒരു വ്യക്തി ശരിക്കും ഒരു മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ലൈഫിലുള്ള ആരും ആവാം. അപ്പൊ ഈ ഒരു മാനിപ്പുലേഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. കാരണം ഈ ഒരു മാനിപ്പുലേഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു അതിന്റെ പുറംചട്ട എന്ന് പറയുന്നത് നിങ്ങളെ പല രീതിയിൽ ടോക്സിക് ആയിട്ടുള്ള രീതിയിൽ നിങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങൾ ആണ്. എന്നിരുന്നാലും ഈ വ്യക്തികൾ വളരെയധികം ഒത്തിരി അഡ്വാൻസ്ഡ് ആണ് പല കാര്യങ്ങളും, വളരെയധികം ബുദ്ധി ഉള്ള ഒരു അല്ലെങ്കിൽ ഇന്റലിജന്റ് ആയിട്ടുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കാതിരിക്കാനായിട്ടുള്ള പ്രയത്നങ്ങൾ ബാഹ്യമായിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ വരുന്നുണ്ടാവും. ബാഹ്യമായിട്ട് നോക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെ സന്തോഷവതിയാക്കാൻ ഈ വ്യക്തി ശ്രമിക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട് പാമ്പറിങ് അത് ഇത്. പക്ഷെ വളരെ ഇമ്പോർട്ടന്റ് ജീവിതത്തിൽ നിങ്ങൾക്കൊരു അച്ചീവ്മെന്റ് ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ വളരെ സന്തോഷിക്കുന്നതിന് പകരം അതൊന്ന് താഴ്ത്തിക്കാണ്, അത് വളരെ ലൈറ്റ് ആയിട്ട് എടുത്തിട്ട് മാറിപ്പോകും. അപ്പൊ നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ, ഈ വ്യക്തി എങ്ങനെയാണ് ഇങ്ങനെ പെരുമാറുന്നത് എന്നുള്ളത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങൾ എല്ലാം ചേർത്ത് വായിക്കും, നമ്മൾ പറയില്ല എല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻ ആണെന്നുള്ളത്. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ആ വ്യക്തിയിൽ നിന്ന് അകന്നു പോവുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഏസ് ഓഫ് പെന്റക്കിൾസ് എനർജിയാണ്. ഏസ് ഓഫ് പെന്റക്കിൾസ് എനർജി എന്ന് പറയുമ്പോൾ ലൈഫിൽ ഒരു ക്ലെൻസിങ് നടക്കുകയാണ്. ഈ ഒരു ക്ലെൻസിങ് നടക്കുന്നതെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഫിനാൻഷ്യൽ ഏരിയയിലാണ്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമില്ലാതെ വേണ്ടാത്ത പല കാര്യങ്ങളും നിങ്ങൾ കൂടെ കൊണ്ടു നടന്നിരുന്ന കാര്യങ്ങളൊക്കെ പലതും നിങ്ങൾ വേണ്ടെന്ന് വെക്കുകയാണ്. ഇതിങ്ങനെ വേണ്ടെന്ന് വെക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ വേണ്ടെന്ന് വെക്കുമ്പോൾ പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. അപ്പൊ ഇവിടെ ഒരു കാര്യം പറയാനുള്ളത്, ചില ആളുകൾ ചിലപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഉള്ള ജോലി നിർത്തിയിട്ട് പുതിയ ജോലിയിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾ പുതിയ ജോലി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവാം, നിങ്ങൾ പുതിയ കരിയറിലേക്ക് പോകുന്നുണ്ട്. ഈ വരുന്ന നിങ്ങളിത് കേൾക്കുന്നതിൽ നിന്ന് 12 ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് എല്ലാവരിലും ഒരുപോലെ അല്ലാതെ ഞാൻ എടുത്തു പറയുന്നു, ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അപ്പൊ എല്ലാവർക്കും ഒരുപോലെ അല്ല. പക്ഷേ ഒരു 12 ഡേയ്സിനുള്ളിൽ നിങ്ങൾക്കൊരു അപ്പോയിന്റ്മെന്റ് ഓർഡർ വരുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. കാരണം ഈ ഒരു ജോലിയിൽ നിങ്ങൾ ആഗ്രഹിച്ചൊരു ജോലിയായിരിക്കാം, പക്ഷെ അതിൽ ചില കാര്യങ്ങൾ, ചില പോയിന്റ്സ് നിങ്ങളിപ്പോൾ അപ്പോയിന്റ്മെന്റ് ലെറ്റർ സൈൻ ചെയ്യുമ്പോൾ
ഓഫർ ലെറ്റർ സൈൻ ചെയ്യുമ്പോഴത്തേക്കും അത് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതുണ്ടാവും. അപ്പൊ അത് നല്ലവണ്ണം ആലോചിച്ചിട്ട് ചെയ്യാം. കാരണം നമ്മൾ പലപ്പോഴും ജോലി ഇല്ലാണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ജോലി കിട്ടുമ്പോൾ നമ്മൾ അതിലേക്ക് എടുത്തു ചാടുന്നുണ്ട്. പക്ഷെ ഒരു പക്ഷെ അത് നിങ്ങൾക്കത് പോസിറ്റീവ് ആയിരിക്കണം എന്നില്ല. ചിലപ്പോൾ നിങ്ങൾ മനസ്സിൽ പൂർണ്ണമായിട്ടൊരു തൃപ്തി ഇല്ലാതെയാണെങ്കിൽ അതിലേക്ക് പോകാതിരിക്കുക എന്നുള്ളത് കൂടിയിട്ട് എടുത്ത് പറയുന്നു. അതോടൊപ്പം തന്നെ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു സിറ്റുവേഷൻ വരും. പക്ഷെ അല്ലാത്ത പക്ഷത്തിൽ നിങ്ങൾ നോക്കുക, ഈ ജോലിയിലേക്ക് കയറുക, നിങ്ങൾക്ക് അതോടൊപ്പം തന്നെ നിങ്ങൾ മറ്റു ജോലികൾക്ക് അപ്ലൈ ചെയ്യുക. ഇത്ര സമയത്തേക്ക് ജോലിയിൽ തുടരണം എന്നുള്ള സിറ്റുവേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് നോക്കിയും കണ്ടുമൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യുക. എന്തായാലും ഫിനാൻഷ്യലി പുതിയൊരു തുടക്കം നിങ്ങളിൽ കാണിക്കുന്നുണ്ട്. ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന സിറ്റുവേഷൻ ആയാലും അതിനെ സംബന്ധിച്ച് പോസിറ്റിവിറ്റിയാണ്. അഗെയിൻ ഏസ് ഓഫ് ഫോൺസിന്റെ ഏസ് ഓഫ് പെൻഡക്കിൾസ് എനർജി രണ്ടും നിങ്ങളിൽ വന്നിട്ടുണ്ട്. ഇത് ഫീലിംഗ് എ ലിറ്റിൽ സ്റ്റക്ക് എന്നുള്ള സിറ്റുവേഷനിലാണെങ്കിൽ ആ ഒരു സ്റ്റക്ക് ഫീലിംഗ് നിങ്ങൾ പുറത്തേക്ക് വരികയാണ്. അതൊരു ഹാൻഡ്മാൻ എനർജിയിൽ നിന്ന് ഈസ് എനർജി, അതായത് ഒരു സ്റ്റക്ക് ഫീലിംഗ് എന്ന് നിങ്ങൾ പുറത്തേക്ക് വരികയാണ്. പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്, പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്നുണ്ട്. ഇങ്ങനത്തേക്ക് ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതിന്റെ ഒരു പോസിറ്റിവിറ്റി കൂടിയിട്ടാണ് ഇവിടെ ഇത് സൂചിപ്പിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ എനർജി എന്ന് പറയുന്നത് ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റിവിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അതേ കാര്യങ്ങൾ നിങ്ങളിപ്പോൾ ഇന്ന് പോസിറ്റിവിറ്റി ഫീൽ ചെയ്യുന്ന അതേ കാര്യങ്ങൾ നിങ്ങൾ ഇഷ്ടമായിട്ട് എടുത്ത് ചെയ്യുന്ന കാര്യങ്ങൾ ഒരു 1 വീക്ക് കഴിയുമ്പോൾ അതേ സെയിം കാര്യം നിങ്ങൾക്ക് ബോറിങ്, ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടൊക്കെ തോന്നുന്നുണ്ടാവാം. ഇത് നിങ്ങളുടെ എനർജിയിലുള്ള ആ ഒരു കണക്ഷൻ ഇല്ലായ്മയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഹയർ വൈബ്സിലേക്ക് പോകണമെങ്കിൽ കുറച്ചുകൂടി സ്പിരിച്വലി കണക്റ്റഡ് ആവാൻ ശ്രമിക്കുക എന്നുള്ളത് എടുത്ത് പറയുന്നു. കാരണം അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ എനർജി സ്റ്റക്ക് ഫീലിൽ തന്നെ നിൽക്കും എന്നുള്ളതാണ്. അപ്പോൾ പുതിയൊരു ലെവലിലേക്ക് പോകുമ്പോൾ സ്പിരിച്വാലിറ്റിയെ കൂടെ കൂട്ടുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ എനർജി, നിങ്ങളുടെ ബ്ലെസ്സിങ് എന്ന് പറയുന്ന ആർക്കേഞ്ചൽ മൈക്കിൾ നിങ്ങൾക്ക് നൽകുന്ന ബ്ലെസ്സിങ് ഒരു പ്ലസന്റ് സിറ്റുവേഷൻ ആണ്. ഇപ്പോൾ യു ഹാവ് ബീൻ ഫീലിംഗ് എലോൺ, ഒറ്റയ്ക്കാണെന്നുള്ളൊരു തോന്നലുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഒന്നെങ്കിൽ ഒരു വിവാഹം അല്ലെങ്കിൽ ഒരു കൂട്ട് പലതരത്തിലാവാം. അതൊരു സുഹൃത്തായിരിക്കും, നിങ്ങൾക്ക് എന്തും തുറന്നു പറയാനുള്ള ഒരു വ്യക്തി. അതേപോലെ ചില ആളുകൾ പ്രഗ്നൻസി സിറ്റുവേഷൻ, ഫാമിലിയിൽ ഒരു പുതിയ മെമ്പർ കൂടി വരുന്നുണ്ട്. അപ്പോൾ കുട്ടികളില്ല എന്നുള്ളൊരു ചിന്തയിൽ ഇരിക്കുന്ന മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ പോസിറ്റിവിറ്റിയാണ്. കുട്ടികൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റിവിറ്റി തന്നെയാണ്, ഒരു ബ്ലെസ്സിങ് ആണത്. ഫാമിലിയിൽ എല്ലാവരും ഒരുമിച്ച് ചേരുന്ന സിറ്റുവേഷൻസ്, കുടുംബത്തിൽ എല്ലാവരും ഒരുമിച്ചുള്ള ഒരു സെലിബ്രേഷൻ കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ കുറച്ചുകൂടി ഫാമിലി എല്ലാവരും ഇങ്ങോട്ടേക്ക് കണക്റ്റഡ് ആവുന്നുണ്ട്. നിങ്ങളുടെ ഫാമിലിയിൽ ചിലപ്പോൾ എല്ലാവരും ഒരുമിച്ചൊന്നും ഇരിക്കുന്നുണ്ടാവില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എന്നൊക്കെ മാറി എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, ഇരുന്ന് സംസാരിക്കുക, ഇങ്ങനെ ഒരു സിറ്റുവേഷനിലേക്കൊക്കെ നിങ്ങൾ വരുന്നതായിട്ടുള്ള ഒരു സൂചന കൂടിയിട്ടാണ് ഇതിവിടെ തരുന്നത്. ഓക്കെ, അതോടൊപ്പം തന്നെ ക്യൂൻ ഓഫ് സോർട്സ് എനർജിയാണ്. നിങ്ങളുടെ ലൈഫിൽ ആവശ്യമുള്ള, അതായത് നല്ലൊരു ഫാമിലി സിറ്റുവേഷനിലേക്ക് വരുമ്പോൾ തന്നെ ആവശ്യം ഇല്ലാത്ത കാര്യങ്ങൾ, ആവശ്യമുള്ളത് നിങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ ആവശ്യമില്ലാത്തത് നിങ്ങൾ കളയുക എന്നുള്ളതാണ്. അതായത് ലൈഫിൽ നിങ്ങളെ മുന്നോട്ടേക്ക് പോവാൻ സംതിങ് ഓർ someone who is not allowing or that is not allowing you to grow, ലൈഫിൽ ഗ്രോ ചെയ്യാൻ നിങ്ങളെ സമ്മതിക്കാത്ത ആളുകൾ, സാഹചര്യങ്ങൾ, അതിനെയൊക്കെ അതിജീവിക്കുക, അതിനെ വിട്ടിട്ട് ലെറ്റ് ഗോ ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോവുക ലൈഫിൽ എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു പോസിറ്റിവിറ്റി ലൈഫിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു എനർജി ലൈഫിലേക്ക് വരണമെങ്കിൽ നമ്മൾ വേണ്ടാത്ത കാര്യങ്ങൾ, ഇപ്പോൾ പ്രാരബ്ധ കെട്ടുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പഴയ സാധനങ്ങൾ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അത് ആവശ്യമില്ലാത്തതാണ്. ഡ്രസ്സായാലും എന്തായാലും അതിങ്ങനെ എടുത്ത് സൂക്ഷിച്ചു വെക്കും, അത് കളയുന്നതിന് പകരം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ പറയാനുള്ളത്, നിങ്ങൾ എല്ലാ അർത്ഥത്തിലും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, വേണ്ടാത്ത കാര്യങ്ങൾ വേണ്ടെന്ന് വയ്ക്കുക തന്നെ ചെയ്യുക. അത് കൂടെ കൂട്ടരുത് എന്ന് തന്നെ എടുത്ത് പറയാണ്. കാരണം അത് കൂടെ കൂട്ടുന്നത് നിങ്ങളെ പുറകോട്ടേക്കാണ് അത് വലിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നല്ല വളർച്ച എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇതിൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഗാർഡനിങ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ അറിയാം, ചെടികളൊക്കെ നടുമ്പോൾ ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലൊരു ലില്ലിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പൂക്കൾ ഉള്ള ചെടിയുണ്ട്, നമ്മളതിൻ്റെ പൂക്കൾ കായ്ച്ചു കഴിഞ്ഞിട്ട് അതിൽ നിന്ന് കായുണ്ടാവുന്ന ചെടികളാണെങ്കിൽ, പക്ഷെ ആ ഒരു കായല്ല നമ്മൾ ഉപയോഗിക്കുന്നത്, അതിന്റെ വിത്ത് ബൾബാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെയുള്ള ചെടികളാണെങ്കിൽ നമ്മൾ ആ ചെടിയുടെ പൂക്കൾ വാടിക്കരിഞ്ഞ് കൊഴിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആ ഭാഗം കട്ട് ചെയ്ത് കളയും. കാരണം അതിൽ നിന്ന് പിന്നെ ഒരു
സീഡ്സ് ഉണ്ടായാൽ ആ പ്ലാന്റിന്റെ എനർജി മുഴുവൻ അതിലേക്ക് പോകും. പക്ഷെ അതിന്റെ എനർജി ശരിക്കും പോകേണ്ടത് പിന്നെ ഒരു ഗ്രോത്തിലേക്കാണ്. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത്, അതിന്റെ എനർജി മുഴുവൻ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ വലിച്ചെടുക്കും. അത് കട്ട് ചെയ്ത് കളയുമ്പോൾ അത് നല്ല രീതിയിൽ വളരാൻ തുടങ്ങും. അതുപോലെ തന്നെയാണ് മനുഷ്യന്റെ കാര്യം. വേണ്ടാത്തത് കട്ട് ചെയ്ത് കളയാൻ ഒരു ദാക്ഷിണ്യവും വിചാരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർത്താണ്. അപ്പോൾ ആർക്കേഞ്ചൽ മൈക്കിളിനെ പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടദൈവം ഏതാണോ നിങ്ങളുടെ ഇഷ്ടദേവനെ ആരാധിക്കുക. അത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക കേട്ടോ. താങ്ക് യു. ഇനി നമുക്ക് ഫയൽ നമ്പർ 2ലേക്ക് കിടക്കാം. ഫയൽ നമ്പർ 2 നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരുന്ന സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. Let's see. ഫയൽ നമ്പർ 2 നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. Let's see. ഫയൽ നമ്പർ 2 നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആർക്കേഞ്ചൽ മൈക്കിളിന്റെ സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഫയൽ നമ്പർ 2. Nine of Pentacles, 7 of Pentacles, Empress, King of Pentacles, Knight of Swords, Queen of Pentacles. Strong Pentacle energy ആണ്. ഏതായാലും മെയിൻ തീം is 8 of Pentacles. സ്ട്രോങ് പെൻഡക്കിൾ എനർജിയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് വേണ്ടിയിട്ടില്ല, നിങ്ങളുടെ ഒരു മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആർക്കേഞ്ചൽ മൈക്കിൾ നൽകുന്ന സന്ദേശം എന്താണ് എന്ന് ചോദിച്ചാൽ, ലൈഫിൽ പലയിടത്തും നമ്മൾ മിസ്സായി പോയിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിലേക്ക് തിരിച്ചു പിടിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടില്ല. 8, 9 കിങ്, ക്വീൻ, 7, 8, 9 കിങ്, ഒത്തിരി പോസിറ്റിവിറ്റിയാണ്. എംപ്രസ് എനർജി ഈസ് ഓൾസോ നിങ്ങളുടെയിലേക്ക് വരുന്ന സമൃദ്ധിയും ഐശ്വര്യവും സന്തോഷവും ഒക്കെ തന്നെയാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ 9 ഓഫ് പെൻഡക്കിൾസ് എനർജി, നിങ്ങൾ പുതിയ പുതിയ കാര്യങ്ങൾ ലൈഫിൽ കണ്ടെത്തുകയാണ്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം തരുന്ന കാര്യങ്ങൾ. മെയിൻലി എടുത്തു പറയുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഈ മുന്നോട്ടേക്ക് വരുന്ന 2 years 2 വർഷക്കാലം എന്ന് പറയുന്നത് വളരെ നല്ല പ്രത്യേകതകളുള്ള സമയമാണ്. ഈ ഒരു 2 yearsനുള്ളിൽ നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി കാര്യങ്ങളിൽ നിന്ന് ഫ്രീ ആവുകയാണ്. ഫ്രീ ആവുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ കടങ്ങളുണ്ടെങ്കിൽ അത് വീട്ടി നിങ്ങൾ ഫ്രീ ആവുകയാണ്. അപ്പൊ അതിന്റെ ഒരു സന്തോഷം നിങ്ങളിൽ കാണിക്കുന്നുണ്ട്. പക്ഷെ ഒരു സൈക്കിള് നിങ്ങൾ എൻഡ് ചെയ്യുന്നത് സംബന്ധിച്ച് നിങ്ങളുടെ ലൈഫിൽ ഒരു സൈക്കിൾ നിങ്ങൾ എൻഡ് ചെയ്യാണ്. അതേസമയം തന്നെ നിങ്ങളുടെ ലൈഫിൽ ചില കാര്യങ്ങൾ നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ട് ബന്ധപ്പെടുത്തി എന്നിവിടെ പറയുമ്പോൾ ഇൻഡയറക്ട്ലി കരിയറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വരുന്നുണ്ട് മോസ്റ്റ് ഓഫ് ദ ആളുകൾക്ക്. കാരണം നമ്മൾ പലരും തന്നെ ഒരു ജോലിയോ അല്ലെങ്കിൽ ബിസിനസ്സോ അങ്ങനെയുള്ള കാര്യമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ജീവിക്കുന്ന ആളുകളായിരിക്കും. അപ്പോൾ നിങ്ങൾക്കൊരു ജോലി ഉണ്ടെങ്കിൽ ആ ജോലി ആയിരിക്കും നിങ്ങളുടെ വരുമാനം, അല്ലെങ്കിൽ ഒരു ബിസിനസ്സും. ആ ഒരു രീതിയിൽ അതല്ലാണ്ട് മറ്റുള്ളവരുടെ ഇപ്പോൾ ഹസ്ബൻഡോ വൈഫോ ജോലി ചെയ്യുന്നോ അല്ലെങ്കിൽ പാരന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവാം. എന്നിരുന്നാൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആരെ ഡിപ്പെൻഡ് ചെയ്താണോ ജീവിക്കുന്നത് അവരുടെ സാമ്പത്തിക സ്ഥിതിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കാരണം നമ്മുടെ ലൈഫ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനുള്ള സാമ്പത്തിക സ്ഥിതിയെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ഇവിടെ നിങ്ങൾ ഒരു പ്രധാനപ്പെട്ട ചോയ്സ് എടുക്കുകയാണ്. നിങ്ങൾ വർക്ക് ചെയ്യുന്നതോ ബിസിനസ് ചെയ്യുന്നതോ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ നിങ്ങൾ ഒരു ചോയ്സ് ആണ്. നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ ഇതുവരെ ജോലി എടുക്കാൻ വേണ്ടി മാത്രം അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങൾ ഫൈനലി ഒരു തീരുമാനം എടുക്കുകയാണ്. യു ആർ ഗോയിങ് ബിഗ്. അതായത് മുന്നോട്ടേക്ക് കുറച്ചുകൂടി ഉയരത്തിലേക്ക് പോകാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ഇതുവരെ നിങ്ങളൊരു ജോലിയിലായിരുന്നു, ആ ജോലിയിൽ നിങ്ങൾക്ക് ഒരു തൃപ്തിയും കിട്ടിയിട്ടില്ല, മുന്നോട്ടേക്ക് പോകണം എന്നുള്ള ആഗ്രഹമുണ്ട്. ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ആ ഒരു ശ്രമങ്ങൾ ഫലം കാണുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ ജീവിതത്തിൽ ഉയരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഉയർച്ച എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. ആ ഒരു
മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പ് നിങ്ങൾ ഇപ്പം എടുക്കുകയാണെങ്കിൽ ഈ വരുന്ന 2 years എന്ന് പറയുന്ന ഒരു ടൈം പീരീഡിനുള്ളിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റും. ജീവിതത്തിൽ ലോങ് ടേം സക്സസ് എന്ന് പറയുന്നത് നമ്മൾ ജീവിതകാലം മുഴുവനത്തേക്കുള്ള നിങ്ങളുടെ ആ ഒരു ജീവിതത്തിലുള്ള ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് സാധിക്കുന്നു. ലെഗസി എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ പാരമ്പര്യമായിട്ട് നമ്മൾ ചില ആളുകൾ 10 തലമുറയ്ക്ക് കഴിയാനുള്ളത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ല. ആ ഒരു എനർജിയാണ് നെക്സ്റ്റ് ജനറേഷന് കൂടിയിട്ട് ചേർത്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ ചെയ്തു വയ്ക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ 7 of Pentacles എനർജിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഫീൽ ചെയ്യുന്നു എന്നുള്ളത് 7 എനർജീസ് എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രഷർ ഫീൽ ചെയ്യുന്നുണ്ട്. ഓഫ് കോഴ്സ് നിങ്ങൾ നമ്മൾ എന്തും പുതിയതായിട്ട് തുടങ്ങുമ്പോൾ ഒരു ചെറിയ പ്രഷർ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇവിടെയും എക്സ്പെക്ടേഷൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ എവിടെയാണ് എക്സ്പെക്ടേഷൻസ് ഉണ്ടാകുന്നത് അവിടെ കുറച്ച് പ്രഷറും ടെൻഷനും കാണും, പുതിയതായിട്ട് തുടങ്ങുന്ന കാര്യമാകുമ്പോൾ പോലും. അപ്പോൾ നിങ്ങൾ അതിന്റെ ഒരു ഇടയിലാണ് ഈ ഒരു സമയത്ത് നിൽക്കുന്നത് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ ചില സാഹചര്യങ്ങൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള ഒരു സാഹചര്യം ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയം, ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങൾ വലിയൊരു പൊസിഷനിൽ അല്ലെങ്കിൽ അതോറിറ്റി ഫിഗറിൽ ഇരിക്കുന്ന ആളുകൾ, അപ്പോൾ അത് ഏതെങ്കിലും സർക്കാർ ഉദ്യോഗത്തിൽ വളരെ ഹയർ പൊസിഷനിൽ ഇരിക്കുന്നവരാവാം, അല്ലെങ്കിൽ പൊളിറ്റിക്സിൽ ഇരിക്കുന്നവരാവാം. അങ്ങനെയുള്ള ആളുകളുമായിട്ടുള്ളൊരു ബന്ധം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ സ്വയം ഒരു ഹയർ പൊസിഷനിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യം കൂടിയിട്ടും ആവാം ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു ഹയർ പൊസിഷനിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ ചില ആളുകൾ നമ്മളിപ്പോൾ പറയുമല്ലോ പ്ലീസിങ് ആയിട്ട് സംസാരിച്ച ആളുകളെ കുപ്പിയിലാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്താഗതിയും കാര്യങ്ങളൊന്നും അല്ല ലൈഫിൽ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. മറിച്ച് നിങ്ങൾ മറ്റുള്ളവരെ പ്ലീസ് ചെയ്യുന്ന രീതിയിലല്ല ആ ഒരു ബന്ധങ്ങൾ ഉണ്ടാക്കുന്നത്, മറിച്ച് നിങ്ങളുടെ കഴിവ് കണ്ടിട്ട് അങ്ങനെയുള്ള ആളുകൾ റെസ്പെക്റ്റോട് കൂടിയിട്ട് നിങ്ങളോട് സംസാരിക്കുന്ന ഇങ്ങനെയൊക്കെ നിങ്ങളുടെ എന്തെങ്കിലും ഒരു പുതിയ പ്രൊജക്റ്റ് ആയിരിക്കാം, അതൊക്കെ രാഷ്ട്രീയപരമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കലാപരമായിട്ട് ബന്ധപ്പെടുത്തി ടൂറിസവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളതും കാണിക്കുന്നുണ്ട്. ചില ആളുകൾ നിങ്ങൾ ചിലപ്പോൾ ഒരു യൂട്യൂബർ ആയിരിക്കാം, നിങ്ങൾ ട്രാവൽ ടൂറിങ് അതുപോലുള്ള കാര്യങ്ങളും ബന്ധപ്പെടുത്തിയിട്ട് ചാനൽ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും. അപ്പൊ അതിൻ്റെതായിട്ടുള്ളൊരു സിറ്റുവേഷൻ കൂടിയിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എന്തെങ്കിലും പ്രോജക്റ്റോ ബിസിനസ്സോ ചെയ്യുന്നുണ്ട്, ടൂറിസം, കൺസൾട്ടൻസി, പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള സാഹചര്യം, അതുപോലെ വിദേശ രാജ്യത്ത് നിന്ന് ഫണ്ടിങ് വരാനുള്ള ഒരു സാഹചര്യം, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സിറ്റുവേഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നു. പക്ഷെ നിങ്ങൾക്ക് ഒരു നല്ലൊരു പൊസിഷൻ എന്തായാലും ലഭ്യമാകുന്നത് കാണിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഒരു ഹയർ പൊസിഷനിലേക്ക് നിങ്ങൾ പോകുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളുമായിട്ട് കണക്ഷൻ ഉണ്ടാകുന്നത് മൂലം നിങ്ങളുടെ ബിസിനസ്സിന് വളരെയധികം പ്രാധാന്യം ഉണ്ടാകുന്നു. അങ്ങനത്തെ ഒക്കെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് സൂചിപ്പിക്കുന്നത്. ദർ ഇസ് പ്രൊട്ടക്ഷൻ. കാരണം ആർക്കേഞ്ചൽ മൈക്കിളിന്റെ എനർജി എന്നുള്ളൊരു പ്രൊട്ടക്ഷൻ ലൈഫിൽ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ നെക്സ്റ്റ് വന്നിട്ട് എംബ്രസ് എനർജിയാണ്. എംബ്രസ് എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ലൈഫിൽ നിങ്ങൾ എവിടെയാണ് മുന്നേറാൻ ആഗ്രഹിക്കുന്നത്, എന്തിലാണ് നിങ്ങൾ മുന്നേറാൻ ആഗ്രഹിക്കുന്നത്, ആ ഒരു കാര്യത്തിൽ നിങ്ങൾ മുന്നേറാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നു എന്നുള്ളൊരു സാഹചര്യം. അതേപോലെ തന്നെ ഹാർഡ് വർക്ക് ഇവിടെ സൂചിപ്പിക്കുന്നു. നിങ്ങൾ ചെയ്ത പ്രവൃത്തിക്കുള്ള ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. അതേപോലെ യു ഫീൽ ഗാർഡഡ്. നിങ്ങളെ ആ ഒരു മറ്റൊരു പ്രപഞ്ച ശക്തി അല്ലെങ്കിൽ ആ ഒരു ഡിവൈൻ പവർ നിങ്ങളെ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്ന പോലെ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആ ഒരു ഇൻഡ്യൂഷൻ നിങ്ങളോട് പറയുന്നുണ്ടാവും. നിങ്ങളെ പ്രൊട്ടക്റ്റഡ് ആണ് എന്നുള്ളൊരു സാഹചര്യം കൂടിയിട്ട് സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അതേപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ചില കാര്യങ്ങൾ വളരെയധികം പ്രാധാന്യത്തോട് കൂടിയിട്ട്, ഇതുവരെ നിങ്ങൾ അത്രയും കെയർ എടുത്ത് ചെയ്യാത്ത കാര്യങ്ങൾ വളരെ പ്രാധാന്യത്തോട് കൂടിയിട്ട് നിങ്ങൾ ചെയ്തു തുടങ്ങുന്നു എന്നുള്ളതാണ്. ചില കാര്യങ്ങൾ ഇതുവരെ നിങ്ങൾ സ്റ്റക്കായിട്ട് ഫീൽ ചെയ്തിരുന്നു, നിങ്ങളെ പുറകോട്ടേക്ക് വലിച്ചിരുന്ന ചില ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം, അങ്ങനെയുള്ള ആളുകളിൽ നിന്നും നിങ്ങൾ നടന്നകലാണ്. കാരണം ഇവിടെ ചിലപ്പോൾ നിങ്ങൾ ഹോസ്റ്റലിലേക്ക് മാറുന്നതായിരിക്കാം വിദ്യാർത്ഥികളാണെങ്കിൽ, അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ് പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ വിദേശ രാജ്യത്തേക്ക് പോകുന്നതായിരിക്കാം. എന്തായാലും നിങ്ങളുടെ ഒരു ഫാമിലി മെമ്പർ, ടോക്സിക് ആയിട്ടുള്ള ഒരു ഫാമിലി മെമ്പറിൽ നിന്ന് നിങ്ങൾ നടന്നകലുന്നതിനായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ,
ആൻഡ് നെക്സ്റ്റ് കിങ് ഓഫ് പെൻഡക്കിൾസ് എനർജിയാണ്. ഇത് സൂചിപ്പിക്കുന്നത് ഒരു പുതിയൊരു പാത നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേസമയം തന്നെ നിങ്ങൾ ചില കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയാണ്. നിങ്ങൾ കുറച്ച് നാളായിട്ട് തേടിക്കൊണ്ടിരിക്കുന്ന എന്തോ ഒന്ന് നിങ്ങളെ തേടി വരുന്നു എന്നുള്ളതാണ്. നിങ്ങളെ എല്ലാ കാര്യങ്ങളും വളരെ നിരീക്ഷണ പാടവത്തോടെ ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. ഇവിടെ എല്ലാം വളരെ പക്വതയോട് കൂടിയിട്ട് നിങ്ങൾ കാര്യങ്ങളെ ഏറ്റെടുത്ത് ചെയ്യുന്നതിന്റെ ഒരു സന്തോഷവും ഒരു സംതൃപ്തിയും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയത്ത് സൂചിപ്പിക്കുന്നുണ്ട്. ലൈഫിൽ ചില കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിച്ചിട്ട് കിട്ടാതെ പോയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഒരു കാലത്ത് നമ്മൾ അത് ആഗ്രഹിച്ചിട്ടുണ്ട്, പക്ഷെ അത് ആഗ്രഹിച്ച സമയത്ത് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ആഗ്രഹിച്ചിട്ട് ഒരു കാലത്ത് നിങ്ങൾക്ക് കിട്ടാതെ പോയിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളതിന്റെ ഒരു സന്തോഷം കൂടിയിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒരു പീസ് ഓഫ് മൈൻഡ് നിങ്ങൾക്ക് ഉണ്ടാവുകയാണ്. പുതിയൊരു ചില കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. നിങ്ങളുടെ എനർജി വളരെ പോസിറ്റീവായിട്ട് ഇരിക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നു, മനസ്സിലാക്കുന്നു. മറ്റു ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ടെന്ന് വെക്കുന്നു. അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ ലൈഫിൽ കാണുന്നുണ്ട്. ഒരു ജഡ്ജ്മെന്റ് എനർജി ഉണ്ട് ഇവിടെ. അപ്പൊ ഇതുവരെ നിങ്ങൾ പ്രവർത്തിച്ചിട്ട് ഫലം കിട്ടാത്ത കാര്യങ്ങൾക്ക് ഫലം കിട്ടി തുടങ്ങുന്ന ഒരു സമയമാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇതുവരെ നിങ്ങൾ ശ്രമിച്ചു, പക്ഷെ അതിനൊന്നും ഫലം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇപ്പോഴും നിങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ആദ്യം വരുന്ന ഒരു നെഗറ്റീവ് എനർജിയാണ്. ഞാൻ ഇതിന് റെഡിയാണോ, എന്നെ കൊണ്ട് ഇത് പറ്റുമോ എന്നുള്ളൊരു സിറ്റുവേഷനാണ്. പക്ഷെ നിങ്ങളുടെ ആ ഒരു ഡിസപ്പോയിന്റ്മെന്റ്, ആ ഒരു കഴിഞ്ഞ കാലത്തിൽ ഉണ്ടായിട്ടുള്ള ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് മുന്നോട്ടേക്ക് പോകാതിരിക്കുക. അത് കഴിഞ്ഞ കാലമാണ്, അതിനെക്കുറിച്ച് ഇനി ഓർക്കാതിരിക്കുക. അത് ഫ്രഷ് സ്റ്റാർട്ടാണ്, പുതിയൊരു തുടക്കമാണ്. അതിൽ നിങ്ങൾ ജീവിതത്തിലേക്ക് മുന്നോട്ടേക്ക് പോകുക എന്നുള്ളതാണ്. ആ ഒരു ഫ്രഷ് സ്റ്റാർട്ട്, ഒരു പുതിയ തുടക്കം എന്ന് പറയുന്നത് വലിയൊരു കാര്യത്തിലേക്ക്, ഒരു ബിഗ് ചേഞ്ചിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഫിനാൻഷ്യലി വളരെയധികം ഒരു ഉയരത്തിലേക്ക് നിങ്ങളെ ചെന്ന് കൊണ്ടെത്തിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇവിടെ ഉരുത്തിരിഞ്ഞു വരുന്നു എന്നുള്ളത് കൂടിയിട്ടാണ്. നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു കാര്യത്തിൽ നിങ്ങളുടെ ആ ഒരു നെഗറ്റീവ് എനർജീസ്, ലോ വൈബ്, നിങ്ങൾക്ക് ചുറ്റുമുള്ള ടോക്സിക് ആയിട്ടുള്ള ആളുകൾ, ഇവരൊക്കെ നിങ്ങളിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി അവരെ നിങ്ങളിൽ നിന്ന് അകറ്റുകയാണ് ആ ഒരു പ്രപഞ്ച ശക്തി, അല്ലെങ്കിൽ നിങ്ങൾ ആർക്കേഞ്ചൽ മൈക്കൽ. അപ്പോൾ അവരെ നിങ്ങളിൽ നിന്ന് അകറ്റുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ പോസിറ്റിവിറ്റി വരികയാണ്. ആ പോസിറ്റിവിറ്റി നിങ്ങളുടെ ലൈഫിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നു. കാരണം തീർച്ചയായിട്ടും ഇവിടത്തെ എനർജി, കിങ് ഓഫ് പെൻഡക്കിൾസ് ആൻഡ് ക്യൂൻ ഓഫ് പെൻഡക്കിൾസ് എനർജിയുടെ മിഡിൽ നൈറ്റ് ഓഫ് സോട്ട്സ് എനർജിയാണ്. യു ഹാവ് ടോട്ടൽ പ്രൊട്ടക്ഷൻ. നിങ്ങളുടെ ചുറ്റുപാടിലുമുള്ള ഒരു പ്രൊട്ടക്ഷൻ ആണ്. യു ആർ ബീങ് ഗാർഡഡ്, യു ആർ ബീങ് പ്രൊട്ടക്റ്റഡ്. ആ ഒരു എനർജിയാണ്. ഇവിടെ നിങ്ങൾക്കൊരു റീബേർത്ത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പുതിയൊരു ജീവൻ, പുതിയൊരു ജീവിതമാണ് നിങ്ങളെ തേടി വരുന്നത്. നിങ്ങളുടെ ലൈഫിൽ യു ആർ ബ്രേക്കിംഗ് ഫ്രീ. സോ അതാണ് നിങ്ങൾക്ക് വേണ്ടിയിരുന്ന ഒരു കാര്യം. പക്ഷെ നിങ്ങൾക്ക് അറിയില്ല, കാരണം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഈ വ്യക്തി വളരെ ടോക്സിക് ആണ്. പക്ഷെ അവരെ വിട്ടുപോകാൻ നിങ്ങൾക്ക് സ്വയം പറ്റുന്നുണ്ടാവില്ല. കാരണം അവർ ചിലപ്പോൾ നിങ്ങളുടെ പാരന്റ്സ് ആയിരിക്കാം, സിബ്ലിങ്സ് ആയിരിക്കാം, ചിലപ്പോൾ ഹസ്ബൻഡോ വൈഫ് ആയിരിക്കാം. അതിനുള്ളൊരു ധൈര്യം നിങ്ങൾക്കില്ല. പക്ഷെ ഈ ഒരു സിറ്റുവേഷനിൽ അവരുടേതായിട്ടുള്ള ഒരു രീതിയിലുള്ള നെഗറ്റിവിറ്റിയിൽ നിന്ന് അവർ തന്നെ നിങ്ങളെ വിട്ടുപോകുന്നു എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടാവും. പക്ഷെ അവർ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ ഭാഗത്തു നിന്ന്, അല്ലെങ്കിൽ നിങ്ങളെ സ്ഥിരമായിട്ടുള്ള രീതിയിൽ അവർക്ക് ചിലപ്പോൾ അവരോട് നിങ്ങൾ യാചിക്കുന്നുണ്ടാവും സ്നേഹത്തിന് വേണ്ടിയിട്ട്. അത് നിർത്തുക. അപ്പോൾ ഈ ഒരു പ്രാവശ്യം അവര് നിങ്ങളെ വിട്ടിട്ട് പോകുന്നു എന്നുള്ളൊരു ഭീഷണി മുഴക്കുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അത് അക്സെപ്റ്റ് ചെയ്യാണ്. അപ്പോൾ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് വരുന്നു എന്നുള്ള രീതിയിൽ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക. ഇതൊരു പിടിവള്ളിയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അല്ലാതെ അതിൽ തന്നെ തങ്ങി നിൽക്കാതിരിക്കുക. ആ ഒരു പിടിവള്ളി, ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങൾക്ക് തരുമ്പോൾ അതിൽ കയറി പിടിക്കുക, അതിൽ മുകളിലേക്ക് പോവുക ജീവിതത്തിൽ എന്നുള്ളതാണ്. ക്യൂൻ ഓഫ് പെൻഡക്കിൾസ് എനർജിയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉള്ള ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്ന ഒരു ബ്ലെസ്സിങ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആർക്കേഞ്ചൽ മൈക്കിൾ നിങ്ങൾക്ക് നൽകുന്ന ബ്ലെസ്സിങ് എന്ന് പറയുന്ന മെറ്റീരിയൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. കാരണം നിങ്ങൾ മനസ്സിലാക്കുകയാണ്, സമ്പത്ത് അല്ലെങ്കിൽ സമൃദ്ധി എന്ന ജീവിതത്തിൽ പറയുന്നത് മനസ്സമാധാനം, സന്തോഷമുള്ള ഒരു ജീവിതം കൂടിയിട്ടാണ്. അതായത് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് സൂചിപ്പിക്കുന്നത് എന്താണ്, നമ്മൾ പലപ്പോഴും ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് നെഗറ്റിവിറ്റി ആയിട്ട്, ആഗ്രഹങ്ങൾ, ആശാപാശങ്ങളൊന്നും പാടില്ല എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കാരണം ആഗ്രഹങ്ങൾ പാടില്ല എന്നുള്ളത് നെഗറ്റീവായിട്ടുള്ള കാര്യമാണ്. കാരണം ആഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ട്. ത്യാഗം എന്നുള്ളത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമായിട്ട് ആണ് ലൈഫിൽ നമ്മൾ തീരെ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾക്കും ഏതിനും ത്യാഗം ചെയ്യാന്നുള്ള ഒരു രീതിയാണ് പല മതപരമായിട്ടുള്ള എല്ലാ മതത്തിലും ഇത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്, ത്യാഗം. ഈ പറയുന്ന ത്യാഗം എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ പഠിച്ചൊരു വലിയ ലെവലിൽ എത്തണം. അപ്പൊ അതിന് നിങ്ങൾ നിങ്ങളുടെ ഊണും ഉറക്കവും ത്യജിച്ച് പഠിക്കേണ്ടി വരും.
അത് നിങ്ങളൊരു ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ത്യാഗം ചെയ്യുന്നതാണ്. സാക്രിഫൈസ്, യു ആർ സാക്രിഫൈസിങ് സംതിങ് ടു ഗെറ്റ് സംതിങ് മച്ച് ബെറ്റർ. പക്ഷെ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ ചിലപ്പോൾ ത്യാഗം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? വെറുതെ ത്യാഗം ഒന്നും നേടാനല്ല, മറിച്ച് ജീവിതകാലം മുഴുവൻ ത്യാഗം ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള ചിന്തയിൽ നിന്ന് മാറുക എന്നുള്ളൊരു മെസ്സേജാണ് നിങ്ങൾക്ക് തരുന്നത്. അതേപോലെ 8 ഓഫ് പെന്റക്കിൾസ് എനർജിയാണ്. ലൈഫിൽ നിങ്ങളുടെ ഹാർഡ് വർക്ക് ഫലം കാണുന്നു എന്നുള്ളൊരു മെസ്സേജാണ്. നിങ്ങൾക്ക് ആ ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉണ്ടെന്നുള്ളൊരു മെസ്സേജ് കൂടിയിട്ടാണ് ഇത് നിങ്ങൾക്ക് ഇവിടെ തരുന്നത്. വർക്ക് ചെയ്യുക, അതിനനുസരിച്ച് ഇതുവരെ നിങ്ങൾക്ക് ഫലം കിട്ടിയില്ലെങ്കിൽ ഇനി അത് നിങ്ങൾക്ക് ലഭിക്കും. സർക്കാർ ജോലി, PSC എക്സാംസ്, അല്ലെങ്കിൽ പുറത്തേക്ക് പോകാനുള്ള, വിദേശത്തേക്ക് ഇമിഗ്രേഷൻ, വിസ, പാസ്പോർട്ട്, അല്ലെങ്കിൽ അങ്ങനെ പല കാര്യങ്ങളും നേടുന്ന സമയമായിരിക്കും ഈ ഒരു സമയം. ഓക്കെ, അപ്പോ ഈ ഒരു കാര്യമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക, എങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ബിഗ് താങ്ക് യു. ഇനി നമുക്ക് പൈൽ നമ്പർ 3യിലേക്ക് കിടക്കാം. പൈൽ നമ്പർ 3. ഓക്കെ, പൈൽ നമ്പർ 3 നിങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകുന്ന സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ പൈൽ നമ്പർ 3. പൈൽ നമ്പർ 3 നിങ്ങൾക്കുള്ള ആർക്കേഞ്ചൽ മൈക്കലിന്റെ സന്ദേശം. ആർക്കേഞ്ചൽ മൈക്കലിന്റെ നിങ്ങൾക്കുള്ള സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. High Priestess, 5 of Wands, Knight of Pentacles, King of Pentacles, Queen of Swords. ഓക്കെ, നിങ്ങൾക്കുള്ള മെയിൻ മെസ്സേജ് ഹയറോഫന്റ് എനർജിയാണ്. ആൻഡ് നിങ്ങളുടെ മെയിൻ തീം 6 of Wands ആണ്. നിങ്ങളുടെ ലൈഫിൽ മെയിൻ മെസ്സേജ് ആയിട്ട് പറയാനാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ആവശ്യമില്ലാത്തത് ഇനിയും കൊണ്ടു നടക്കാതിരിക്കുക എന്നുള്ളൊരു മെസ്സേജാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത്. ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ വേണ്ടാത്തതായിരിക്കും, പക്ഷെ നമ്മളത് മനസ്സിലാക്കാതെ വീണ്ടും വീണ്ടും അത് ചുമന്നുകൊണ്ട് നടക്കുന്നു. ഫസ്റ്റ് നിങ്ങളുടെ എനർജി ഹൈ പ്രീസ്റ്റേഴ്സ് എനർജി. ഈ ഒരു ഹൈ പ്രീസ്റ്റേഴ്സ് എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ സ്പിരിച്വലി കണക്റ്റഡ് ആയിരിക്കാൻ, അല്ലെങ്കിൽ ആത്മീയത എന്ന് പറഞ്ഞാൽ ആത്മാഭിമാനം പണയം വയ്ക്കുക എന്നുള്ളൊരു ചിന്ത ചില ആളുകൾക്കുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, അത് പറയാൻ കാര്യം, ആത്മീയത എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്തി അല്ലെങ്കിൽ മെഡിറ്റേഷൻ, യോഗ ഇതുപോലുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ആത്മീയത എന്ന് പറഞ്ഞാൽ നമ്മൾ ഉച്ചത്തിൽ സംസാരിക്കാൻ പാടില്ല, വളരെ മിതമായിട്ട് സംസാരിക്കുക. ആരൊക്കെ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും, ശാപവാക്കുകൾ പറയുകയാണെങ്കിൽ, നമ്മൾ എന്തൊക്കെ നെഗറ്റിവിറ്റീസ് പറഞ്ഞാലും നമ്മൾ തിരിച്ച് മറുപടി പറയാൻ പാടില്ല, നമ്മൾ ആർഗ്യൂ ചെയ്യാൻ പാടില്ല, നമ്മൾ എന്ത് പറഞ്ഞാലും സഹനം മാത്രമാണ് ആത്മീയത എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനാണ്. കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ചിട്ട് പല വിഡ്ഢിത്തരങ്ങളും നമ്മൾ മാറി ചിന്തിക്കാൻ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ആത്മീയത എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും ഓരോ അതിന്റെ ഉപയോഗം എന്നുള്ള രീതിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഓരോരുത്തർക്കും ഓരോന്നാണ്. ചില ആളുകൾക്ക് മനസ്സമാധാനവും സ്വസ്ഥയും ലഭിക്കുന്നുണ്ട്, ആങ്കർ കൺട്രോളിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പല രീതിയിൽ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ള ഒന്നാണ് ആത്മീയമായിട്ടുള്ള ആ ഒരു യാത്രയിലേക്ക് പോവുക എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുന്നുണ്ട്, ചില ആളുകൾ അപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. മെഡിറ്റേഷൻ ചെയ്ത് ചില ആളുകൾ ചിന്തിക്കുന്നത് ഞാൻ തിരിച്ച് സംസാരിക്കുന്നു, അല്ലെങ്കിൽ ആ തർക്കത്തിൽ റിയാക്ട് ചെയ്യുന്നുണ്ട് ലൈഫിൽ. അപ്പോൾ ആ റിയാക്ട് ചെയ്യുന്നത് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ മറ്റുള്ളവരുടെ എന്തെങ്കിലും സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മൾ പലയിടത്തും കേട്ടിട്ടുണ്ട്, റെസ്പോണ്ട് ചെയ്യുക, റിയാക്ട് ചെയ്ത് അങ്ങനെയൊക്കെ പറയുന്ന സിറ്റുവേഷൻസ്. എന്ത് തന്നെ ആയാലും നിങ്ങളെ ഒരാള് ഇപ്പോ ഒരു സിറ്റുവേഷനിൽ ഒരാൾ നിങ്ങളെ അപമാനിക്കുകയാണ്, തുടരെ അതായത് ഒരു വാക്കിൽ പറഞ്ഞതോടെ നിർത്തുന്നില്ല. മാത്രമല്ല ചില ആളുകൾ നിങ്ങളെ എന്തെങ്കിലും പറയുന്നുണ്ടാവും, അപ്പൊ നിങ്ങൾ തിരിച്ചൊന്നും തൽക്കാലം പറയുന്നുണ്ടാവില്ല. അപ്പൊ ആ ഒരു വ്യക്തി അത് അവിടെ നിർത്തുന്നില്ല. കാരണം തിരിച്ചു പറയുന്നില്ല എന്ന് കേൾക്കുമ്പോൾ ചില ആളുകൾക്ക് അത് പിന്നെയും പറഞ്ഞ് മറ്റുള്ളവരെ കുത്തി നോവിക്കാൻ ഒരു സുഖമാണ്. കാരണം അത് അവരുടെ ജീവിതത്തിൽ അനുഭവിക്കാത്തത് കൊണ്ട് മറ്റുള്ളവർക്ക് അത് എത്രത്തോളം വേദനയാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നില്ല. അഥവാ ചില ആളുകൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അവർ സാഡിസ്റ്റുകളാണ്, അറിഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ ദ്രോഹിക്കുക എന്നുള്ളതാണ്.
ഇതൊക്കെ ചെയ്യുമ്പോഴും നിങ്ങൾ അവിടെ മിണ്ടാതെ നിന്നിട്ട് ഞാനൊന്നും പറയുന്നില്ല, ഞാൻ വളരെ നല്ല വ്യക്തിയാണ്, ഞാനതിന് മറുപടി പറഞ്ഞാൽ ഞാനൊരു ചീത്ത വ്യക്തിയായി പോകും എന്നൊക്കെ ചിന്തിക്കുന്നതാണ് എങ്കിൽ, നിങ്ങളെ ഒരാൾ അപമാനിക്കുമ്പോൾ നിങ്ങളത് കേട്ട് നിൽക്കുന്നുണ്ട് എങ്കിൽ അത് നിങ്ങളുടെ കഴിവില്ലായ്മയാണ്. അതിൽ ആത്മീയമായിട്ടുള്ളൊന്നുമില്ല. ആ പറയുന്ന വ്യക്തിയുടെ അടുത്ത് പോയിട്ട് ഷൗട്ട് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ പ്രതികരിക്കാനോ അല്ല ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയുള്ള രീതിയിലുള്ള സംഭാഷണങ്ങൾ നമ്മൾക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഇത് ഞാൻ എന്റർടൈൻ ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് പറയാം. അങ്ങനെയുള്ള ആളുകൾ താങ്കൾക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അവരുമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കാം. പിന്നെ ഏതൊരു സാഹചര്യത്തിലും ഒരു വ്യക്തിക്ക് ഒരാളോട് സംസാരിക്കാൻ താല്പര്യമില്ല എങ്കിൽ അത് തുറന്നു പറഞ്ഞ് അവിടെ നിന്ന് മാറാവുന്നതാണ്. പുറകെ വന്ന് ബലം പ്രയോഗിച്ച് ആരെങ്കിലും നിങ്ങളെ അവരുടെ സംസാരം കേൾപ്പിക്കാൻ ശ്രമിക്കില്ലല്ലോ. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലേക്ക് വരികയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്താണ് എന്നുള്ളത്, അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പ് എടുക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നാട്ടിലത്തെ പല സിറ്റുവേഷനിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പേഴ്സണലായിട്ടുള്ള ബൗണ്ടറി ഉണ്ട് എന്നുള്ളത് പല ആളുകൾക്കും അറിയില്ല. കാരണം എല്ലായിടത്തും കയറി ചെല്ലാം, അതായത് ചില ആളുകളുടെ ചിന്ത നമ്മൾ ഒരു അഴിച്ചുവിട്ട തെരുവ് നായ്ക്കളെ പോലെ എല്ലായിടത്തും കയറി ചെല്ലാമെന്ന ചിന്തകളുള്ള ചില ആളുകളുണ്ട്. അങ്ങനെയുള്ളവർക്ക് അവരുടെ സ്ഥാനം കാണിച്ചു കൊടുക്കുക എന്നത് ഒരു തെറ്റായിട്ടുള്ള കാര്യമൊന്നുമല്ല. സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്തിൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഒരു പോസിറ്റിവിറ്റി നിറയ്ക്കാനും അതുപോലെ ചുറ്റുമുള്ള ആളുകളിലും പോസിറ്റിവിറ്റി നിറയ്ക്കാനും ഉള്ളതാണ്. പക്ഷെ ചില ആളുകളുടെ എനർജി വളരെ നെഗറ്റീവാണ്. അങ്ങനെ ഉള്ളവരുടെ അടുത്ത് ഒരു സഹകരണത്തിന്റെ ആവശ്യമുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതൊരു തെറ്റായ ചിന്തയാണ്. കാരണം അങ്ങനെയുള്ളവരെ പടിക്ക് പുറത്ത് നിർത്തുക എന്നുള്ള ഒരു എനർജിയാണ് 5 of Wands എനർജി. വേണ്ടാത്തവരെ ജീവിതത്തിലേക്ക് കടത്തി വിടാതിരിക്കുക. കാരണം ഇവിടെ നിങ്ങളുടെ ചില ആളുകളുടെ എനർജിയിൽ കാണിക്കുന്നത് നിങ്ങളുടെ ചിലപ്പോൾ പാരന്റ്സ് ആയിരിക്കാം, നിങ്ങളുടെ ചില ബന്ധുക്കളായിരിക്കാം. അങ്ങനെയുള്ള ആളുകൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവില്ല. അല്ലെങ്കിൽ ചില ആളുകൾ ഓവർലി ഭയങ്കരമായിട്ട് നിങ്ങളുടെ ലൈഫിൽ കയറി ഇടപെടുന്നുണ്ടാവാം. ഇത് പലപ്പോഴും പല പാരന്റ്സിന്റെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ റിലേറ്റീവ്സ് എന്നുള്ള രീതിയിലോ കാരണങ്ങൾ കൊണ്ടിട്ട് അവര് പറയുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും പാരന്റ്സിന്റെ ഇഷ്ടത്തിന് നിന്ന് കൊടുക്കുന്ന മക്കൾ എന്നുള്ള രീതിയിലാണെങ്കിലും, പാരന്റ്സ് ആണെങ്കിലും ആരാണെങ്കിലും നിങ്ങളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ആരെയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടത്തി വിടാതിരിക്കുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ തന്നെ. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഓഫേഴ്സ് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ആ ഒരു ഓഫേഴ്സ് സ്റ്റിക്ക് ഓൺ ചെയ്യണം. അതുമായിട്ട് മുന്നോട്ടേക്ക് പോകണോ അതോ പുതിയതായിട്ട് എന്തെങ്കിലും, അതായത് അത് റിയലിസ്റ്റിക് ആണോ എന്നുള്ളത് തീരുമാനിച്ചിട്ട് മുന്നോട്ടേക്ക് പോകാം. കാരണം ചില അവസരങ്ങൾ നിങ്ങളെ തേടി വരുന്നു എന്ന് പറയുന്നത് ആ ഓഫേഴ്സ് ചില വ്യക്തികൾ ഇവിടെ ഒരു റെക്കമെൻഡേഷൻ കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ പാരന്റ്സിന്റെ എനർജി വളരെ ലോ വൈബ് എനർജീസ് ഉള്ള പാരന്റ്സ് ആയിരിക്കും. കാരണം അവരെ സംബന്ധിച്ച് ബാഹ്യമായിട്ടുള്ള മെറ്റീരിയലിസ്റ്റിക് വേൾഡ് ആണ് എല്ലാം. സക്സസ്ഫുൾ എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ട് മുന്നിട്ട് നിൽക്കുക, അതിന് തീർച്ചയായിട്ടും ഒരു നല്ല ജോലിയോ ബിസിനസ്സോ ആവശ്യം ഉണ്ടാവുമല്ലോ. അതാണ് സക്സസ് എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. ആ ഒരു എനർജിയിൽ മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ലൈഫിൽ പല കാര്യങ്ങളും നിങ്ങൾ മുന്നോട്ടേക്ക് പോയിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പല നെഗറ്റിവിറ്റീസിനെ അവോയ്ഡ് ചെയ്യുക. അതിൽ ചിലപ്പോൾ നിങ്ങളുടെ പാരന്റ്സ് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടാവും. കാരണം അതിനർത്ഥം പാരന്റ്സിനെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതല്ല, അവര് പല കാരണങ്ങൾ കൊണ്ട് അറിഞ്ഞും അറിയാതെയും നിങ്ങളുടെ ലൈഫിലേക്ക് ഇങ്ങനെയുള്ള കീടങ്ങളെ കടത്തിവിടുന്നുണ്ടെങ്കിൽ നിങ്ങളായിട്ട് സ്വയം അവരോട് പറയാവുന്നതാണ്. അപ്പോൾ കാരണം അത് പലപ്പോഴും ഒരു അഹംഭാവം എന്നുള്ള രീതിയിലൊക്കെ ചില പാരന്റ്സ് കാണുന്നുണ്ടാവും. അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദ പാരന്റ്സ് അങ്ങനെയാണ്. ഒത്തിരി പേര് ഇപ്പോൾ ചേഞ്ച് ആയിട്ടുണ്ട്. അങ്ങനെയുള്ള മെന്റാലിറ്റി ഇല്ലാത്തവരുണ്ട്. അങ്ങനെയുള്ളവർ ലക്കി, ഗുഡ്. അങ്ങനെയുള്ളവർ ലക്കി ആണെങ്കിൽ കൂടിയും ചിലപ്പോൾ ഈ നിങ്ങളുടെ പാരന്റ്സിന്റെ ഭാഗത്ത് അങ്ങനത്തെ സിറ്റുവേഷൻ ഇല്ലെങ്കിൽ നിങ്ങളൊരു വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കും, നോ പറയാൻ പറ്റുന്നുണ്ടാവില്ല. അങ്ങനത്തെ ഒരു വ്യക്തിയാണെങ്കിലും ഇവിടെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ പേഷ്യൻസ് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. മുന്നോട്ടേക്ക് ലൈഫിൽ നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ നേടിയെടുക്കുന്നുണ്ട്. പക്ഷെ ഒരു വെയിറ്റിംഗ് പീരീഡ് ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആ ഒരു വെയിറ്റിംഗ് പീരീഡിൽ പേഷ്യൻസ് അനിവാര്യമാണ്. ആ പേഷ്യൻസ് ധൈര്യമായിട്ട് ആ ഒരു ക്ഷമയോട് കൂടിയിട്ട് നിങ്ങൾ നിലകൊള്ളുക. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ക്ഷമയോടുകൂടി തന്നെ നിലകൊള്ളുക. അത് നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നു എന്നുള്ളൊരു മെസ്സേജാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ നൈറ്റ് ഓഫ് പെന്റക്കിൾസ് എനർജിയാണ്. ഈ ഒരു മെസ്സേജ് ഒരു ടിപ്പിക്കൽ മെസ്സേജാണ്. എല്ലാവരിലേക്കുമല്ല, ചില ആളുകൾക്ക്, ചില പുരുഷന്മാർക്ക് വേണ്ടിയിട്ടാണ്. ഇവിടെ റിലേഷൻഷിപ്പ് നിങ്ങളുടെ വൈഫുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധത്തിൽ അടുത്തിടെയായിട്ട് സിറ്റുവേഷൻസ് നെഗറ്റീവായിട്ട് വരുന്നു എങ്കിൽ നിങ്ങളുടെ പാരന്റ്സിലോ അല്ലെങ്കിൽ സിബ്ലിങ്സ് ആരെങ്കിലും നിങ്ങളുടെ വൈഫിനെതിരായിട്ട് നിങ്ങളോട് കുറച്ച് നാളുകളായിട്ട് പറയുന്നു. അതുമൂലം നിങ്ങളുടെ വൈഫുമായിട്ട് നിങ്ങൾക്ക് സിറ്റുവേഷൻസ് വരുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കുക, അല്ലെങ്കിൽ ബാഹ്യമായിട്ട് വീക്ഷിക്കുക.
അപ്രതീക്ഷിതമായിട്ട് വീട്ടിലേക്ക് വരികയോ അല്ലെങ്കിൽ അവരറിയാതെ വീട്ടിലേക്ക് വരികയോ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് മനസ്സിലാകുന്നുണ്ടാവും. അല്ലെങ്കിൽ ബുദ്ധിപരമായിട്ട് ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇത് തിരിച്ചും അതേപോലെ തന്നെ ആകാം. ഇപ്പോൾ വൈഫിന്റെ സാഹചര്യത്തിലാണെങ്കിൽ ഹസ്ബൻഡിനെ കുറിച്ചിട്ട് നിങ്ങളുടെ പാരന്റ്സോ നിങ്ങളുടെ ഫ്രണ്ട്സോ അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ സ്വയം അവലോകനം ചെയ്യുക, അല്ലാതെ മറ്റൊരാൾ പറയുന്നത്. കാരണം ഇവിടെ ഒരു തലയണ മന്ത്രം ആ ഒരു വാക്കാണ് കാണിക്കുന്നത്. ആ ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്, ആ ഒരു എനർജി ഉണ്ട്. മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മദർ ഇൻ ലോ എനർജീസ് ആണ്. മദർ ഇൻ ലോ എനർജീസ് ആണ് സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നത്. അപ്പൊ മദർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സ്വന്തം അമ്മ തന്നെയാണ്. മദർ ഇൻ ലോ എനർജി ആയിരിക്കണമെന്നില്ല എപ്പോഴും. നിങ്ങളുടെ മദർ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു ഡെവിൾ എനർജി എന്ന് പറയുന്നത്. അപ്പൊ അത് പറയുന്നതിൽ അത് ചില ആളുകൾക്ക് നമ്മൾ അമ്മ എന്ന് പറയും വളരെ പോസിറ്റീവാണ്. അപ്പൊ പോസിറ്റീവായിട്ടുള്ള രീതിയിലാണ് ഭൂരിഭാഗം അമ്മമാരെ നമ്മൾ കാണുന്നത്. അല്ലെങ്കിൽ അമ്മ എന്ന് പറയുന്നത് മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നു എന്നുള്ളത്. അതല്ലാത്ത രീതിയിലുള്ള അമ്മമാരുമുണ്ട്. അത് കേൾക്കുന്നവരിൽ അനുഭവമുള്ളവരാണെങ്കിൽ അറിയാം. ടോക്സിക് ആയിട്ടുള്ളത്, നാർസിസ്റ്റിക് ആയിട്ടുള്ളത്, അബ്യൂസീവ് ആയിട്ടുള്ളത്, ഈവൻ എല്ലാ തരത്തിലും സ്വന്തം മക്കളോട് കുശുമ്പുള്ള അമ്മമാരോ ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ വാർത്തകൾ കേൾക്കാറുള്ളവരാണെങ്കിൽ അറിയാം. ആ എനർജീസിൽ അങ്ങനെയുള്ള എനർജീസ് ഉള്ള മദേഴ്സ് ആവാം, മദർ ഇൻ ലോസ് ആവാം. ഒരു ഫെമിനൈൻ ഇതാണ് വരുന്നത്. ഫെമിനൈൻ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് പുറത്തുനിന്ന് നോക്കുമ്പോൾ സെൻസിറ്റീവ്, കെയറിങ്, നർച്ചറിങ് ആയിട്ടുള്ള എനർജീസ് കൊടുക്കുന്ന ഒരു ഫെമിനൈൻ വൈബ് കൊടുക്കുന്ന വ്യക്തിയാണ്. അത് മോസ്റ്റ്ലി മദേഴ്സും മദർ ഇൻ ലോ ആവും. അല്ല എങ്കിൽ ആ ഒരു നർച്ചറിങ്, ആ ഒരു ഫീല് പുറത്തു കൊടുക്കുന്ന ഫാദർ ഫിഗറും ആകാൻ ചാൻസ് ഉണ്ട്. അതേപോലെ കിങ് ഓഫ് പെന്റക്കിൾസ് എനർജിയാണ്. യു ആർ മൂവിങ് ഫോർവേഡ്, ലൈഫിൽ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഓപ്പർച്യൂണിറ്റീസ് ഒത്തിരി നിങ്ങൾക്ക് വരുന്നു. യു ആർ റെഡി. ഇപ്പൊ ഈ ഒരു സമയം പ്രിപ്പയർ ആയിട്ടിരിക്കുകയാണ്. നിങ്ങൾ ഒരു ലീഡർഷിപ്പ് പൊസിഷനിലേക്ക് എത്താൻ, ടേക്ക് ചാർജ്, ആ ഒരു പൊസിഷനിലേക്ക് എത്താൻ നിങ്ങൾ ചാർജ് എടുക്കാൻ, നിങ്ങളുടെ ലൈഫിന്റെ ചാർജ് നിങ്ങൾ ഏറ്റെടുക്കുന്നു എന്നുള്ളതും ഒക്കെ ഈ ഒരു സമയത്ത് വളരെ പോസിറ്റീവായിട്ട് കാണുന്ന ഒരു കാര്യമാണ്. അതേപോലെ ലോങ് ടൈം ആയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ടുന്ന ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഇവിടെ ഒരു കാൻഡിൽ ലൈറ്റ് ഡിന്നറും സൂചിപ്പിക്കുന്നുണ്ട്. കാൻഡിൽ ലൈറ്റ് ഡിന്നർ റൊമാൻറ്റിക് സിറ്റുവേഷൻ വരുന്നുണ്ട്. നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലെങ്കിൽ ലവേഴ്സ് നിങ്ങളൊരു കാൻഡിൽ ലൈറ്റ് ഡിന്നർ കാണിക്കുന്നുണ്ട്. അതുപോലെ ഒരു വ്യത്യസ്തമായിട്ടുള്ള കാര്യം കൂടിയിട്ട് നിങ്ങൾ ചിലപ്പോൾ ഒരു ഡിന്നറിന് പോകുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ലവറോ നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ ആയിരിക്കില്ല, നിങ്ങളുടെ പാരന്റ്സ് ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ ഒരു ഗേൾ ആണെങ്കിൽ അവരുടെ അച്ഛന്റെ കൂടെയോ അല്ലെങ്കിൽ മാൻ ആണെങ്കിൽ അമ്മയുടെ കൂടെയോ അവരുമായിട്ട് നിങ്ങൾ അവർക്കൊരു സന്തോഷമായിട്ടൊരു അവരോടൊപ്പം ഒരു കാൻഡിൽ ലൈറ്റ് ഡിന്നർ എന്നുള്ള രീതിയിൽ പോകുന്നു എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ട്. അതേപോലെ പാരന്റുമായിട്ട് യാത്ര പോകുന്ന ഒരു സിറ്റുവേഷനും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്, ആ ഒരു എനർജി. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ നടക്കുന്ന ഒരു സിറ്റുവേഷൻസ് കൂടിയിട്ട് ഇവിടെ ഒരു ഇൻഫ്ലുവൻസർ എനർജി ഇവിടെ ഉണ്ട്. ഇൻഫ്ലുവൻസർ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടുമുള്ള നിങ്ങളുടെ കസിൻസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതുമാവാം. അല്ലെങ്കിൽ നിങ്ങളൊരു ഇൻഫ്ലുവൻസർ, അതൊരു യൂട്യൂബർ ആവാനുള്ള ഒരു സിറ്റുവേഷനും ഈ ഒരു സമയത്ത് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ക്യൂൻ ഓഫ് സോർട്സ് എനർജി ആൻഡ് 5 ഓഫ് ഫോൺസ്. നിങ്ങൾക്ക് നിങ്ങളുടെ എനർജി തീംസ് എന്ന് പറഞ്ഞാൽ സ്പിരിച്വലി കണക്റ്റഡ് ആവുക. കാരണം 5 ഓഫ് ഫോൺസ്, നൈറ്റ് ഓഫ് പെന്റക്കിൾസ്, ക്യൂൻ ഓഫ് സോർട്സ്, ഈ എനർജീസ് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങളുടെ ലൈഫിൽ വേണ്ടാത്ത ചില ആളുകളെ എടുത്തു കളയുക, ചില സിറ്റുവേഷൻസിനെ എടുത്തു കളയുക, ചില സാഹചര്യങ്ങൾ, ചിലപ്പോൾ അതൊരു ജോലിയായിരിക്കാം, മറ്റെന്തുമാകാം, ചില വ്യക്തികളായിരിക്കാം, ഇവരെയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എടുത്ത് കളയുക എന്നുള്ളതാണ്. അതിനുള്ളൊരു അവസരം വരുന്നുണ്ട്. ഈ അവസരം വരുന്നത് ഈ വരുന്ന 3 monthsനുള്ളിലാണ്. ആ അവസരം നിങ്ങൾ അതുപോലെ പ്രയോജനപ്പെടുത്തിയാൽ ലൈഫിൽ പിന്നെ സങ്കടപ്പെടേണ്ട സിറ്റുവേഷൻ വരില്ല, പീസ് ഓഫ് മൈൻഡ് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് കൂടിയിട്ട് എടുത്ത് പറയണം. അതാണ് നിങ്ങളുടെ സ്റ്റാർട്ടിങ് ഹൈ പ്രീസ്റ്റസ് ആൻഡ് എൻഡിങ് ഹെറഫന്റ് എനർജിയാണ്. ആ ഒരു ആർക്കേഞ്ചൽ മൈക്കലിന്റെ ബ്ലെസ്സിങ് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളൊരു കാര്യമാണ് ഇത് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഈ ഒരു ബ്ലെസ്സിങ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ആർക്കേഞ്ചൽ മൈക്കലിനെ പ്രാർത്ഥിക്കാവുന്നതാണ്. അതേപോലെ നിങ്ങളുടെ ഇഷ്ടദൈവം എന്ന് പറയുന്ന നിങ്ങൾ ഇഷ്ടദൈവം ഉണ്ടെങ്കിൽ ആ ദൈവത്തെ പ്രാർത്ഥിക്കാം. അതേപോലെ ഫോർ അഡ്വൈസ്, ഗൈഡൻസിന് ആർക്കേഞ്ചൽ മൈക്കലിനെ നിങ്ങൾക്ക് ബെസ്റ്റ് അഡ്വൈസസ്, ബി സിമ്പിൾ, ടു ദ പോയിന്റ്. എന്തൊക്കെ ഒരു സിറ്റുവേഷൻസ് ആണെങ്കിലും ടു ദ പോയിന്റ് സിറ്റുവേഷൻസിലേക്ക് വരിക. അനാവശ്യമായിട്ടുള്ള ചർച്ചകളോ അനാവശ്യമായിട്ടുള്ള സംസാരങ്ങളോ അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള പ്രകടനങ്ങളുടെ ഒന്നും ആവശ്യമില്ല. ടു ദ പോയിന്റ് സംസാരിക്കുക. അതേപോലെ തന്നെ സ്പിരിച്വാലിറ്റി, ആത്മീയത, മെഡിറ്റേഷൻ, യോഗ, ഇതുപോലുള്ള കാര്യങ്ങൾ ലൈഫിലേക്ക് കൊണ്ടുവരുമ്പോൾ നിങ്ങൾ സ്പിരിച്വലി കണക്റ്റഡ് ആണ്, നിങ്ങൾ ഹയർ വൈബ്സ് ആയിട്ട് കണക്റ്റഡ് ആവുന്നു. അതിലൂടെ നിങ്ങളുടെ ചുറ്റിനുള്ള നെഗറ്റിവിറ്റീസ് റിലീസ് ചെയ്യുന്നു.
അതേപോലെ നിങ്ങളുടെ മെയിൻ ടീം വന്നിട്ട് സക്സസ് ആണ്, വിജയ സാധ്യതകൾ കൂടുതലുള്ള ആ ഒരു സാഹചര്യത്തിലേക്ക് വന്നെത്തിക്കുന്നു. പക്ഷെ ആദ്യം തന്നെ നെഗറ്റിവിറ്റീസ് റിലീസ് ചെയ്യുക, സ്പിരിച്വലി കണക്റ്റഡ് ആവുക എന്നുള്ളത് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്കുള്ള ആ ഒരു എന്താണ് പറയുന്നത്, ലൈഫിലുള്ള ഒരു സക്സസ് എന്ന് പറയുന്നത് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ആ സക്സസ് നിങ്ങൾ നേടിയെടുക്കുകയാണ്. മറ്റുള്ളവരാൾ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്ന അച്ചീവ്മെന്റ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഒരു പെൻഷനായിട്ടുള്ള ആളുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വളരെ നല്ലൊരു ലെവലിൽ, നല്ല റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കാണിക്കുന്നുണ്ട്. പോസിറ്റിവിറ്റി ഉണ്ട് ലൈഫിൽ, പല കാര്യങ്ങളും നിങ്ങൾ മുന്നിട്ട് നിൽക്കുന്നു. അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങളോട് ചെറിയ രീതിയിൽ നിങ്ങൾ എങ്ങും എത്തില്ല എന്ന് ചിന്തിച്ചവരുടെ മുമ്പിലൂടെ തലയോർത്തി നടക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം കൂടിയിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയെങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ബിഗ് താങ്ക് യു.